ഡോക്ടർ ജി ഗോപകുമാർ, താങ്കളും വൈസ് ചാൻസലറായിരുന്നയാളാണല്ലോ. ഇപ്പോൾ ഈ 3 വൈസ് ചാൻസലർമാർ ചെയ്തത് മഹാ അപരാധം എന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറയുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കാണുന്നില്ല. ഒരു സാമൂഹ്യശാസ്ത്ര അധ്യാപകൻ എന്നുള്ള നിലയിൽ, ഒരു വൈസ് ചാൻസലർ എന്നുള്ള നിലയിൽ, ഒരു പൊതുസമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വൈസ് ചാൻസലർമാർക്ക് എല്ലാ യോഗങ്ങൾക്കും പോകാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ പോയിട്ടുമുണ്ട്, ഇപ്പോഴും അത് തുടരുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ സോഷ്യൽ സയൻസ് അധ്യാപകനും പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനും ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു തൊട്ടുകൂടായ്മ തോന്നിയിട്ടില്ല. അതിന്റെ കാരണവുമില്ല. ഇന്നത്തെ ലോകത്ത് പൊതുമണ്ഡലം ശക്തിപ്പെടുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന, സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ വിവിധ തരത്തിലും വിവിധ തലത്തിലും വ്യത്യസ്ത സ്വഭാവത്തിലുമാണ്. അങ്ങനെയുള്ള സമൂഹങ്ങളിൽ ചെല്ലുമ്പോഴാണ് ലോകത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളൊരു മീറ്റിങ്ങിന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ മീറ്റിങ്ങിന്റെ അടിമയാകുന്നില്ല, അതിന്റെ പാർട്ട് പോലും ആകുന്നില്ല. ഒരുപക്ഷെ അതിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ പറ്റും. ഞാൻ വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ എല്ലാ മീറ്റിങ്ങിനും പോകുമായിരുന്നു. മുജാഹിദിന്റെ മീറ്റിങ്ങിനും പോയിട്ടുണ്ട്, RSSന്റെ മീറ്റിങ്ങിനും പോയിട്ടുണ്ട്. അവിടെയൊക്കെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നന്നായി സംസാരിച്ചിട്ടുമുണ്ട്. എനിക്കതിൽ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. സാംസ്കാരിക മണ്ഡലത്തിൽ ഉത്തര മലബാറിൽ നിറഞ്ഞു നിന്ന 6 വർഷം എൻ്റെ മുമ്പിലുണ്ട്. അവിടെ ആരും ഇങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടുമില്ല. അല്ല, സ്വകാര്യമായ സംഭാഷണങ്ങളിലെങ്കിലും എന്തിനാണ് RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന രീതിയിലുള്ള ചോദ്യം താങ്കൾക്കെതിരെ ഉയർന്നിട്ടുണ്ടോ ആ സമയത്ത്? സ്വകാര്യമായിട്ട് ഉയർന്നിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ഞാൻ അവരെ കൺവിൻസ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കൺവിൻസ് ചെയ്ത് കൊടുത്തപ്പോൾ അവർക്ക് അതിൽ സംശയം തീർന്നു. അവിടെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സംശയം അവർക്ക് തീർന്നു കഴിഞ്ഞു. കാരണം ഇന്നത്തെ ലോകത്ത് നമ്മൾ എല്ലാ സമൂഹത്തിലുള്ള പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളെയും മനസ്സിലാക്കണം. RSSന്റെ 100ാം വാർഷികമാണ്. മറ്റ് പല സംഘടനകളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 5 ലക്ഷം NGOകൾ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ. അപ്പൊ ഇവരുടെയൊക്കെ വേദികളിൽ ചെല്ലുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായൊക്കെ ഒരുപാട് ഗുണങ്ങൾ കിട്ടും, മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ഒരു ലാബറട്ടറിക്ക് അകത്ത് കയറിയിരുന്ന് ഒച്ചിനെ പോലെ ഒറ്റയ്ക്കിരുന്ന് പ്രവർത്തിക്കുന്ന ഒരു ആംചെയർ സ്കോളർ അല്ല വൈസ് ചാൻസലർമാർ. പൊതുമണ്ഡലത്തിൽ നല്ലതുപോലെ ശോഭിക്കേണ്ട വ്യക്തികളാണ്. അവർ പറയുന്നതിനൊരു വിലയുണ്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ നാട്ടിലില്ല, അമേരിക്കയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കവടിയാറിലെ ഉദയ പാലസിൽ നടന്ന ഒരു പൊതു സമ്മേളനത്തിലാണ് ഇവർ പങ്കെടുത്തത്. ഒരു രഹസ്യ സമ്മേളനത്തിലും അല്ല പങ്കെടുത്തത്. അങ്ങനെ പങ്കെടുക്കുന്നതിൽ തെറ്റ് ഞാൻ കാണുന്നില്ല. മറ്റ് പ്രവൃത്തികളിൽ മറ്റ് സംഘടനകളോട് വേർതിരിച്ച് കാണാത്തിടത്തോളം കാലം എവിടെയും ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചെല്ലുന്നിടത്തൊക്കെ തല ഉയർത്തി നിന്ന് തന്നെ സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ നിങ്ങളടുത്ത് വരുന്നു എന്ന് പറയുന്നത് പോലെ ഞാൻ കാണുന്നുള്ളൂ. ന്യൂസ് 18 ഞാൻ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് പോലെ മറ്റൊരു വേദിയിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയും. പക്ഷെ ഇവിടെ RSS അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് കാവ്യവൽക്കരണം, ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് വൈസ് ചാൻസലർമാർക്കെതിരെ വന്നിരിക്കുന്നത്. അത് ഈ വൈസ് ചാൻസലർമാരുടെ രാഷ്ട്രീയവും കൂടി കണക്കിലെടുത്തുള്ള ഒരു വിമർശനമാണോ? ഒരുപക്ഷെ അത് ലക്ഷ്യമാക്കി പറയുന്നതായിരിക്കാം. കേരള രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത എങ്ങനെയാണല്ലോ. അതിന്റെ ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത്, ഇത്തരം പ്രസ്താവനകൾ മറുവശത്ത് വരുമ്പോൾ അറിയാതെ സമൂഹം ധ്രുവീകരിക്കപ്പെടും. ഇല്ലെങ്കിൽ ഇതൊന്നും ഒരു വിഷയമായി വരത്തില്ല. ഇതൊരു പ്രശ്നമേ ആകത്തില്ലായിരുന്നു, ഒരിക്കലും ഒരു പ്രശ്നമേ ആകത്തില്ലായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നു, മറ്റു പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു. ഞാൻ ഒരു 6 മാസം മുമ്പ് കോഴിക്കോട് കാന്തപുരത്തിന്റെ വലിയൊരു വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്ത ആളാണ്. അദ്ദേഹവുമായി അവിടെ ഞാൻ മുഖ്യ പ്രബന്ധം അവതരിപ്പിച്ച ആളാണ്. അതിനെന്താ തെറ്റെന്നാ ഞാൻ പറയുന്നത്. ഉടനെ ഞാൻ പച്ചവൽക്കരണം, ഹരിതവൽക്കരണമായോ, ഞാൻ മുസ്ലിമായോ, ഇല്ലെങ്കിൽ ഞാൻ തീവ്രവാദിയായോ, എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് മനസ്സിലാക്കാൻ അങ്ങനെയുള്ള ഉന്നത ശ്രേണിയിലുള്ളവർ പോകുന്നത് അവർക്കും നല്ലതാണ്, പോകുന്നവർക്കും നല്ലതാണ്. ശരി ഡോക്ടർ ജി ഗോപകുമാർ. ഇപ്പോൾ CK ഷാക്കിർ, എന്തുകൊണ്ടാണ് ഈ 3 വൈസ് ചാൻസലർമാരും കേരള സമൂഹത്തോട് മാപ്പ് പറയണം എന്നുള്ള ആവശ്യം നിങ്ങൾ ഉന്നയിക്കുന്നത്? അക്കാദമിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എല്ലാവരും വലിയ വായിൽ സംസാരിക്കുന്നതാണ്. എന്താണ് ഈ VC മാർ ചെയ്ത തെറ്റ്? അല്ല, VC മാർ ചെയ്ത തെറ്റ്, അവരിയ്ക്കുന്ന സ്ഥാനത്തിന് യോജിച്ച നടപടിയല്ല അവർ ചെയ്തിട്ടുള്ളത്.
RSS എന്ന് പറയുന്ന ഒരു രാഷ്ട്ര വിഭജനത്തിൽ ജനങ്ങളെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.